കേരളത്തിൽ പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. ഇതിനെയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ പാമ്പുകളെ അറിയാമെന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നുണ്ട്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ അണലികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അണലികളെക്കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അണലികളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബിഗ് ഫോർ എന്ന് പറഞ്ഞൊരു വീഡിയോ. അതിൻ്റെ അകത്ത് റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും എന്ന രണ്ട് അണലികളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തൊക്കെ പാമ്പ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അത് കാര്യമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അണലികളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാകും. എന്നിരുന്നാലും ഒരു ക്വിക്കായിട്ട് ഈ റസൽസ് വൈപ്പറിനെയും സോസ്കെയിൽഡ് വൈപ്പറിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ റസൽസ് വൈപ്പറിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പെരുമ്പാമ്പിനെ പോലൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ മണ്ണൂലി എന്ന് പറയുന്ന കോമൺ സാൻബോവ എന്ന് പറഞ്ഞ പാമ്പിനെ പോലൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതിരിക്കും. ഈ റസൽസ് വൈപ്പർ ഒരു വലിയ പാമ്പാണ്. ഏകദേശം ഒരു മീറ്ററും മുതൽ 1.5 മീറ്ററൊക്കെ വലിപ്പമൊക്കെ നല്ല തടിയനായിട്ടുള്ള നല്ലൊരു സൈസുള്ളൊരു പാമ്പാണ് റസൽസ് വൈപ്പർ. അതിൻ്റെ തല നല്ല ത്രികോണാകൃതിയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിൽ 3 വരിയായിട്ടുള്ള വളയങ്ങൾ കാണാം. ഈ വളയത്തിൻ്റെ അകത്ത് നല്ല കറുത്ത നിറമൊക്കെ ആയിട്ട് 3 വരിയായിട്ടുള്ള ആ വളയങ്ങൾ കണ്ടാൽ ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാം അതൊരു റസൽസ് വൈപ്പറാന്നുള്ള കാര്യം. ഈ റസൽസ് വൈപ്പർ നല്ല വിഷമുള്ള പാമ്പാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാമ്പാണ് ഈ റസൽസ് വൈപ്പർ. അടുത്തത് സോസ്കെയിൽഡ് വൈപ്പർ. അതൊരു ചെറിയ അണലിയാണ്. റസൽസ് വൈപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു അണലിയാണ്. അതിനെ ചുരുട്ടുമണ്ടലി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് സാധാരണ വരണ്ട പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ചിന്നാറിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരണ്ട പ്രദേശങ്ങളിലാണ് ഈ സോസ്കെയിൽഡ് വൈപ്പറിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഒരു 50,000-നടുത്ത ആൾക്കാർ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കാറുണ്ട്. 4 പാമ്പുകളാണ് മെയിനായിട്ടുള്ള കാരണക്കാർ: കോബ്ര, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, ക്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബിഗ് ഫോർ എന്ന് പറയും. ആ ബിഗ് ഫോറിലുള്ള 2 പാമ്പുകളാണ് റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും. ഈ റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പറിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അണലികളൊക്കെ കേരളത്തിൽ പിറ്റ് വൈപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ മണ്ടലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് കുറേയേറെ സ്പീഷീസുകളുണ്ട്. അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഈ പിറ്റ് വൈപ്പേഴ്സിൽ പിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് അവരുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു കുഴിയാണ്. ഇതൊരു ഹീറ്റ് സെൻസിങ് പിറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവികൾ ഒരു തവളയോ ഒരു പല്ലിയോ അതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിന് പെട്ടെന്ന് അറിയാൻ പറ്റും അടുത്തൊരു ജീവി ഉണ്ടെന്ന്. അപ്പോൾ ഈ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് ഇതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹീറ്റ് സെൻസിങ് പിറ്റ്. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇര അതിൻ്റെ അടുത്തൂടെ വരുമ്പോഴത്തേക്കിന് അതിനെ കാണാതെ അതിൻ്റെ ശരീരോഷ്മാവ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഹീറ്റ് സെൻസിങ് പിറ്റ് കൊണ്ടുള്ള ഉപയോഗം. ഈ അണലികളല്ലാതെ കേരളത്തിലൊരു വേറൊരു പാമ്പിനുണ്ട് ഈ ഹീറ്റ് സെൻസിങ് പിറ്റ്. അത് നമ്മുടെ പെരുമ്പാമ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ റോക്ക് പൈത്തണാണത്. അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കിന് എനിക്കിപ്പോഴൊരു കാര്യം ഓർമ്മയുണ്ട്. ഏകദേശം ഒരു 20 വർഷം മുന്നേ ഞാൻ കുമരകത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കിട്ടി. അതൊരു വീടിൻ്റെ അകത്തോട്ട് വന്ന് കയറിയപ്പോൾ ഞങ്ങൾ അതിനെ പിടിച്ചൊരു ചാക്കിൻ്റെ അകത്താക്കിയിട്ട് കെട്ടി മാറ്റി വെച്ചിരുന്നു, അതിനെ കൊണ്ട് ഫോറസ്റ്റിൽ കൊണ്ട് വിടാനായിട്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിത് ഈ ചാക്കിൻ്റെ അടുത്ത് എൻ്റെ കൈ ഇങ്ങനെ അടുത്ത് അറിയാതെ ചെന്ന് ഇനി ചാക്ക് എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കിന് അതിന് എൻ്റെ കൈയുടെ ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റി ഈ പെരുമ്പാമ്പിന്. അപ്പോൾ ഈ ചാക്കിൻ്റെ അകത്തോട്ട് അത് കയറി എന്നെ ഒരൊറ്റ കടി കടിച്ചു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു പാമ്പിൻ്റെ കടി കൊണ്ടത് അശ്രദ്ധമായിട്ട് ഈ പെരുമ്പാമ്പിൻ്റെ അടുത്ത് കൈകൊണ്ട് ചെന്നതുകൊണ്ടാണ്. എനിക്കറിയില്ലായിരുന്നു അന്ന് ഈ പെരുമ്പാമ്പിനൊക്കെ ഇങ്ങനെ ഒരു ഹീറ്റ് സെൻസിങ് പിറ്റൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം അന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴൊക്കെ അറിയാം. ഇപ്പം പെരുമ്പാമ്പിനെ ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടേക്കുവാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ അടുത്ത് പോകാറില്ല. പിറ്റ് വൈപ്പറെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കേരളത്തിൽ നമുക്ക് 9 സ്പീഷീസ് പിറ്റ് വൈപ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 2 സ്പീഷീസ് വളരെ കോമൺ ആയിട്ട് കാണും. ഒന്ന് ചോലമണ്ഡലി എന്ന് പറയുന്ന മലബാർ പിറ്റ് വൈപ്പർ, പിന്നെ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്ന ഹംനോസ് പിറ്റ് വൈപ്പർ. ഇത് വളരെ സാധാരണമാണ് കേരളത്തിലുടനീളം. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഈ 2 പിറ്റ് വൈപ്പേഴ്സിനെ കുറിച്ചാണ്. ബാക്കിയുള്ള പിറ്റ് വൈപ്പേഴ്സിനെ അടുത്ത വീഡിയോയിലാണ് കവർ ചെയ്യുന്നത്. 2021 വരെ മലബാർ പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന സ്പീഷീസ് അങ്ങ് പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയുടെ കൊയ്ന മുതൽ ഇങ്ങ് താഴെ അഗസ്ത്യമല വരെ ഒരൊറ്റ സ്പീഷീസ് ആയിരുന്നു. അപ്പോൾ 2021 കുറേ സയൻറ്റിസ്റ്റുകൾ കൂടി ഇത് പഠിച്ചപ്പോഴത്തേക്കിന് അവർ കണ്ടുപിടിച്ചത് ആക്ച്വലി പശ്ചിമഘട്ടത്തിൽ 3 സ്പീഷീസ് മലബാർ പിറ്റ് വൈപ്പേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവർ 3ആയിട്ട് തരംതിരിച്ചു. ഒന്നാമത്തത് അഗസ്ത്യമല മുതൽ ഈ ചെങ്കോട്ട ഗ്യാപ്പ് വരെ കാണുന്ന ഒരു സ്പീഷീസിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട മലബാർ പിറ്റ് വൈപ്പർ തന്നെ. അതിനെ അതിൻ്റെ കുറേ സ്കെയിലേഷൻ്റെ വ്യത്യാസവും കുറച്ച് മോർഫോളജിക്കലും ജനറ്റിക്കലും ഒക്കെ വ്യത്യാസം വെച്ചിട്ട് അവരതിനെ ട്രാവൻകൂർ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആക്കി. ചെങ്കോട്ട ഗ്യാപ്പ് മുതൽ ഇങ്ങ് നെല്ലിയാമ്പതി വരെയുള്ളൊരു സ്പീഷീസിനെ അവർ ആനമല പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിച്ചു. ഈ പാലക്കാട് ഗ്യാപ്പ് മുതൽ അങ്ങ് മഹാരാഷ്ട്രയിലെ കൊയ്ന വരെയൊക്കെ ഉള്ള സ്പീഷീസ് ഒറ്റ സ്പീഷീസായിട്ട് അതിനെ മലബാർ പിറ്റ് വൈപ്പറുമാക്കി മാറ്റി. ഇവയെ കണ്ടാലും ഇവയുടെ സ്വഭാവം എല്ലാം ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും.
അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പർ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കി, ഇതിനെ 2021 ഡിസ്ക്രൈബ് ചെയ്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ജനറ്റിക്കലി വലിയ വ്യത്യാസമില്ല, മോർഫോളജിക്കലി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജനറ്റിക്കലി 1% മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് ആരെങ്കിലും ഇതിൻ്റെ ഹോൾ ജീനോം സ്റ്റഡിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പം പറയാമായിരിക്കും ഇത് മൂന്ന് സ്പീഷീസ് അല്ല, ചിലപ്പോൾ ഒരു സ്പീഷീസ് ആണെന്ന് ചിലപ്പം പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഇപ്പം അഗസ്ത്യമലയിലുള്ള ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടും ആനമലയിലുള്ള ഒരെണ്ണത്തിനെ പിടിച്ചും ഈ മലബാറിലുള്ള ഇതിനെയൊക്കെ പിടിച്ചിട്ട് 3 പിടിച്ച് ഒരു ബക്കറ്റിനകത്തിട്ടിട്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഈ പാമ്പ്. കാരണം എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഈ പാമ്പുകൾ. 2021 വരെ ഈ 3 മലബാർ പിറ്റ് വൈപ്പർ സ്പീഷീസുകൾ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത്, മലബാർ പിറ്റ് വൈപ്പർ എന്ന പേരില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മലബാർ പിറ്റ് വൈപ്പർ, അപ്പം സയൻറ്റിഫിക്കലി അത് കറക്റ്റ് അല്ല, പക്ഷേ നിങ്ങൾ മനസ്സിൽ വെക്കണം, ഞാൻ ഈ മലബാർ പിറ്റ് വൈപ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ 3 സ്പീഷീസിനെയും ആണ് ഉൾപ്പെടുത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് മലബാർ പിറ്റ് വൈപ്പർ. ഇത് പല നിറത്തിൽ കാണാറുണ്ട്. ഈ നിറത്തിൽ കാണുന്നതിനൊക്കെ പല മോർഫുകളെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അത് പച്ച കളറിൽ കാണാറുണ്ട്, ഇളം നീല നിറത്തിൽ കാണാറുണ്ട്, ഈ ഇടയ്ക്ക് ഞങ്ങളൊരു ചെറിയ ചുവപ്പ് കളറിലുള്ള ഒരെണ്ണത്തിനെ കാണാൻ പറ്റി, ഞങ്ങൾക്ക് ബ്രൗൺ കളറിൽ കാണാറുണ്ട്, പീച്ച് കളർ മഞ്ഞ കളർ കാണാറുണ്ട്. എൻ്റെയൊക്കെ കുറേ ഫേവറേറ്റ് ഇതാണ് പീച്ചും മഞ്ഞയൊക്കെ. അപ്പോൾ പല നിറത്തിലൊക്കെ ഇതിനെ കാണാറുണ്ട്. ഞാൻ ഈ മലബാർ പിറ്റ് വൈപ്പേഴ്സിൻ്റെ കുറേയേറെ ഫോട്ടോസ് ഇവിടെ വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ നിറത്തിലുള്ള കളറിലുള്ള ഈ മലബാർ പിറ്റ് വൈപ്പറൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറേ ഫോട്ടോസ് ഇവിടെ വെക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഹംനോസ് പിറ്റ് വൈപ്പറില്ലേ, ഈ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്നത്, അത് അപ്പോൾ ആ പാമ്പുമായിട്ട് ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം ഈ മലബാർ പിറ്റ് വൈപ്പറിന്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലയുടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തിരിച്ചറിയാം. മലബാർ പിറ്റ് വൈപ്പറിൻ്റെ തലയുടെ മേളിലൊക്കെ ഈ സ്കെയിൽസ് ഒക്കെ വളരെ ചെറിയ ചെറിയ സ്കെയിൽസ് ആയിരിക്കും. എന്നാൽ ഈ ഹംനോസ് പിറ്റ് വൈപ്പറിൻ്റെ മേളിലെ കണ്ണിനിടയ്ക്കുള്ള സ്കെയിൽസ് ഒക്കെ നല്ല സൈസുള്ള ലാർജ് സ്കെയിൽസ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ ഹംനോസ് പിറ്റ് വൈപ്പറിനെ മലബാർ പിറ്റ് വൈപ്പറിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ മലബാർ പിറ്റ് വൈപ്പറിൻ്റെ ദേഹത്ത് ഇങ്ങനെ സിഗ്സാഗ് രീതിയിലുള്ള കുറേയേറെ മാർക്കിംഗ് ഉണ്ട്, അതങ്ങ് ദേഹം മുഴുവനുണ്ട്. അപ്പോൾ അത് കണ്ടാലും തിരിച്ചറിയാം. അതുപോലെ വാല് നല്ല കളർഫുൾ ആയിരിക്കും. ചില സമയത്ത് നല്ല ബ്ലൂ ഡോട്ടോ പച്ച ഡോട്ടോ ബ്രൗൺ കളറിലൊക്കെ ഡോട്ടൊക്കെ കൂടിയിട്ട് നല്ല കളർഫുൾ ആയിരിക്കും ഇതിൻ്റെ വാല് കാണാൻ. അതുപോലെ തന്നെ ഈ മലബാർ പിറ്റ് വൈപ്പറിൻ്റെ വാലിന് അത്യാവശ്യം നല്ല നീളമുള്ള വാലായിരിക്കും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാർ പിറ്റ് വൈപ്പറുകളൊക്കെ മരത്തിൽ ജീവിക്കുന്നതാണ്. സാധാരണ മരം കയറാനൊക്കെ നല്ല മിടുക്കന്മാരാണ് ഈ മലബാർ പിറ്റ് വൈപ്പറൊക്കെ. മരത്തെ കയറുന്ന സമയത്ത് മരത്തിൻ്റെ കൊമ്പയിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാല് ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പം മരം കയറുന്ന ഒരുവിധപ്പെട്ട എല്ലാ പാമ്പുകൾക്കും വാല് നല്ല നീളമുള്ളതായിരിക്കും. നമുക്കറിയാം ഈ റസൽസ് വൈപ്പർ എന്ന് പറഞ്ഞ പാമ്പും കോബ്ര മൂർഖനൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ വളരെ സാധാരണമാണ്. പക്ഷേ ഈ മലബാർ പിറ്റ് വൈപ്പർ നമ്മുടെ നാട്ടുപുറത്ത് അത്ര സാധാരണമായിട്ട് കാണത്തില്ല. കാട്ടിലും കാടിനോടടുത്ത് കിടക്കുന്ന പ്ലാന്റേഷനിലൊക്കെയാണ് ഇത് സാധാരണമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഈ കോഫി പ്ലാന്റേഷൻ ഒക്കെ ഉള്ളിടത്ത് വളരെ സാധാരണമായിട്ട് നമുക്ക് ഈ മലബാർ പിറ്റ് വൈപ്പറിനെ കാണാൻ പറ്റും. അതുപോലെ ഇത് മെയിനായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തവളകളെ കഴിക്കും, പല്ലികൾ, ചെറിയ പക്ഷികളെ ഇത് പിടിച്ച് തിന്നാറുണ്ട്, ലിസാർഡ്സ് എല്ലാത്തിനും ഇത് പിടിച്ച് തിന്നും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സ്ട്രീമിൻ്റെ അടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഒരു മലബാർ പിറ്റ് വൈപ്പർ ഇങ്ങനെ ഒരു പാറയുടെ മേളിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റി എനിക്ക്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പിറ്റ് വൈപ്പർ പോയിട്ട് ഒരു പല്ലിയെ പോയി പിടിച്ചു. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പല്ലിയാണ്. ആ പല്ലിക്ക് കൊണ്ടൊരു പ്രത്യേകത, കാരണം ആ പല്ലിയുടെ പേര് സക്കറിയാസ് ഡേഗക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ തന്നെയുള്ള ഡോക്ടർ അനിൽ സക്കറിയ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ആ സാറിൻ്റെ പേരിലുള്ള ഒരു പല്ലിയാണ് ഈ മലബാർ പിറ്റ് വൈപ്പർ പോയി പിടിച്ച് തിന്നുന്നത്. അത് കാണാനൊക്കെ പറ്റി, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി എനിക്കന്ന്. ഈ മലബാർ പിറ്റ് വൈപ്പറും അതുപോലെ ബാക്കിയുള്ള പിറ്റ് വൈപ്പറൊക്കെ ഒരു ആംബുഷ് പ്രിഡേറ്റേഴ്സാണ്. ആംബുഷ് പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെങ്കിലും ഒരിടത്ത് അനങ്ങാതെ ഒളിച്ചിരുന്നിട്ട് ഏതെങ്കിലും ജീവികൾ അതിൻ്റെ പ്രേ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുമ്പോഴാണ് ചാടി കയറി ഇത് പിടിച്ച് തിന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഈ പിറ്റ് വൈപ്പേഴ്സിനൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളിവിടെ ഒരു പോണ്ടിൻ്റെ അടുത്ത് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പിറ്റ് വൈപ്പർ 1-2 ആഴ്ച അവിടെ സ്ഥിരമായിട്ട് അനങ്ങാതെ ഒരു കൊമ്പിൽ തന്നെ ഇരുന്ന്. പിന്നെ കാണാൻ പറ്റിയ ഒരു ദിവസം രാത്രിയെല്ലാം നടക്കുമ്പോൾ കാണാൻ പറ്റിയത് വലിയൊരു ഗ്ലൈഡിംഗ് ഫ്രോഗിനെ ഇത് പിടിച്ച് തിന്നുന്നത് കാണാൻ പറ്റി. അപ്പം 2 ആഴ്ച ഈ പിറ്റ് വൈപ്പർ അവിടെ തന്നെ ഒരു ബ്രാഞ്ചിൽ തന്നെ അനങ്ങാതിരുന്നു, ഈ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവരുടെ മേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ ടൈമിലാണ്. മൺസൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ സമയങ്ങളിലൊക്കെയാണ്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഒരു സുഹൃത്ത് അഗുംബയിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവരുടെ മേറ്റിംഗ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇവർ മുട്ടയിടുന്ന ഒരു പാമ്പല്ല ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വയറ്റിനകത്ത് മുട്ട കാണും, ആ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയാണ് ഇവർ വെളിയിലോട്ട് പ്രസവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ഓവോ വിവിപാരസ് എന്നാണ് പറയാറുള്ളത്. ഈ വൈപ്പേഴ്സ് എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഒരു പെയിൽ കളറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രീം കളറിലായിരിക്കും, വളരെ ചെറുതായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ. 4-5 കുഞ്ഞുങ്ങളാണ് സാധാരണ വിരിഞ്ഞിറങ്ങാറുള്ളത്. മലബാർ പിറ്റ് വൈപ്പറിൻ്റെ വിഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സോസ്കിൽ വൈപ്പറോ അല്ലെങ്കിൽ റസൽസ് വൈപ്പറോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര പ്രശ്നമില്ല. ഒരു കടി കൊണ്ടാലും പക്ഷേ ഹോസ്പിറ്റലിൽ പോകണം. ഏത് പാമ്പിൻ്റെ കടി കൊണ്ടാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മലബാർ പിറ്റ് വൈപ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അടുത്തത് ഹംനോസ് പിറ്റ് വൈപ്പർ. ഞാൻ ആദ്യം ഇതിനെ കണ്ടത് തട്ടേക്കാട് ബേർഡ് സാഞ്ചറിൽ ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് ഞങ്ങളവിടെ ഒരു സർവേക്ക് പോയി രാത്രി ഒരു തവളയൊക്കെ നിരീക്ഷിക്കാനായിട്ട് പോയതാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വഴി കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഹംനോസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പാമ്പുകളെ കുറിച്ചൊക്കെ ആ സമയം പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴത്തെ ഇതൊരു ക്യാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കണ്ണ പാമ്പിനെ പോലൊക്കെ ഇരുന്നു ഇത് പോകുന്ന സമയത്ത്. ഞാൻ എൻ്റെ വാല പിടിക്കാനായിട്ട് പോയപ്പോഴാണ് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എടാ ഇത്
ക്യാറ്റ് സ്നേക്ക് അല്ല, ഇത് ഹംനോസ് പിറ്റോയിപ്ര, വിഷമുള്ള പാമ്പ, വെറുതെ പോയി പിടിച്ച് കടി മേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ശരിക്കും ശ്രദ്ധിച്ച് ഇതിനെ നോക്കാനൊക്കെ എനിക്ക് പറ്റി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ, ഈ ഹംനോസ് പിറ്റോയിപ്ര. ഈ ഹംനോസ് പിറ്റോയിപ്ര എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ചെറിയ പാമ്പാണ്. ബ്രൗണ്, ഡാർക്ക് ബ്രൗണോ ഒക്കെ, അല്ലെങ്കിൽ ഇളം കറുത്ത നിറത്തിലൊക്കെ ഉള്ള ഒരു പാമ്പാണിത്. ഇതിന് നല്ല പ്രോപ്പറായിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഹംനോസ് പിറ്റോയിപ്ര എന്ന് വിളിക്കാൻ കാര്യം അതിൻ്റെ മൂക്കിൻ്റെ അവിടെ നിന്ന് നേരെ മേളിലോട്ട് ഇങ്ങനെ വളഞ്ഞ് മേളിലോട്ട് നിൽപ്പുണ്ട്. ഈ ഹമ്പ് പോലെ മേളിലോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഹംനോസ് പിറ്റോയിപ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് മലയാളത്തിൽ വിളിക്കാനും കാര്യം. ഇനി നമുക്ക് ഈ ഹംനോസ് പിറ്റോയിപ്രനെ മലബാർ പിറ്റോയിപ്രമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മലബാർ പിറ്റോയിപ്ര കാട്ടിലും കാടിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. പക്ഷേ എന്നാൽ ഹംനോസ് പിറ്റോയിപ്ര നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായിട്ട് നമുക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് കാടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളും കുറച്ച് ദൂരെയാണെങ്കിലും ഒക്കെ ഈ ഹംനോസ് പിറ്റോയിപ്രനെയൊക്കെ കാണാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ചെറിയ പാമ്പാണ്. ഇതിൻ്റെ മെയിനായിട്ട് തലയും വാലും നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഹംനോസ് പിറ്റോയിപ്ര തിരിച്ചറിയാൻ പറ്റും. തലയുടെ മേളിൽ, കണ്ണിന് മേളിലൊക്കെ സ്കെയിൽസ് നല്ല വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മൂക്ക് നല്ല മേളിലോട്ട് വളഞ്ഞിരിക്കും. അതുകൊണ്ടാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പേര് തന്നെ വരാൻ കാര്യം. അതുപോലെ എൻ്റെ വാല് നോക്കിക്കഴിഞ്ഞാൽ വാലും വളരെ ചെറുതായിരിക്കും. അതിനങ്ങനെ വലിയ കളറൊന്നും കാണില്ല. മലബാർ പിറ്റോയിപ്രൻ്റെ വാലിന് അറിയാലോ, നല്ല കളർഫുൾ ആയിരിക്കും. ഇത് സാധാരണ ഗ്രൗണ്ടിൽ നിലത്ത് വസിക്കുന്ന ഒരു പാമ്പാണ് ഈ ഹംനോസ് പിറ്റോയിപ്ര. ഇത് മരമൊന്നും അധികം കയറല്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം ചെറിയ ബുഷിൻ്റെ മേളിലൊക്കെ ഈ ഹംനോസ് പിറ്റോയിപ്ര നല്ല മഴയത്തൊക്കെ മേളിൽ കയറി നിൽക്കുന്നതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ ഹംനോസ് പിറ്റോയിപ്രനെ പശ്ചിമഘട്ടത്തിൽ മൊത്തമായിട്ട് കാണാറുണ്ട്. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കയിലും കാണാറുണ്ട്. ഈ ഹിപ്നയിൽ എന്ന് പറഞ്ഞ ജനുസിലാണ് ഈ ഹംനോസ് പിറ്റോയിപ്രനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹിപ്നയിൽ 3 സ്പീഷീസ് ഉണ്ട്. ആ 3 സ്പീഷീസും ശ്രീലങ്കയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന സ്പീഷീസും ശ്രീലങ്കയിൽ കാണാറുണ്ട്. ശ്രീലങ്കയിൽ ഈ ഹംനോസ് പിറ്റോയിപ്രനെ കടിയേറ്റ് കുറേ പേര് മരിച്ചതായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ബിഗ് ഫോറിലുള്ള സോസ്കെയിൽഡ് വൈപ്പറിനേക്കാളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാമ്പാണ് ഈ ഹംനോസ് പിറ്റോയിപ്ര. കാരണം ഈ സോസ്കെയിൽഡ് വൈപ്പർ കടിച്ചിട്ട് അധികം മരണങ്ങളൊന്നും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഹംനോസ് പിറ്റോയിപ്ര കടിച്ചിട്ട് കുറേയേറെ മരണങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാമ്പെന്ന് പറയുന്നത് ഈ ഹംനോസ് പിറ്റോയിപ്രാണ്. ശ്രീലങ്കയിൽ നിന്നുള്ളൊരു പഠനം അനുസരിച്ച് ഈ ഹംനോസ് പിറ്റോയിപ്രൻ്റെ വിഷം എന്ന് പറയുന്നത് സൈറ്റോടോക്സിൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് സെല്ലുകളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ മൈൽഡായിട്ട് മസിൽസുകളെയും നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ഒരു പാമ്പാണ് ഈ ഹംനോസ് പിറ്റോയിപ്ര. ഹംനോസ് പിറ്റോയിപ്ര കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ തവളകളെയും പല്ലികളെയും ബാക്കി പിറ്റോയിപ്രൊക്കെ കഴിക്കുന്ന പോലുള്ള ചെറിയ ജീവികളെയൊക്കെയാണ് ഈ ഹംനോസ് പിറ്റോയിപ്ര കഴിക്കണം. ഇതൊക്കെയായിരുന്നു മലബാർ പിറ്റോയിപ്രനെയും ഹംനോസ് പിറ്റോയിപ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കൂടെ കണ്ടാലേ കേരളത്തിലുള്ള പിറ്റോയിപ്രയെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമാവും. മലബാർ പിറ്റോയിപ്രനെയും ഹംനോസ് പിറ്റോയിപ്രനെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.